ലഭിക്കാത്ത വിധത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. കുടുംബത്തിൻ്റെ തകർച്ചയായാലും, ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളായാലും, സാമ്പത്തിക തകർച്ചയായാലും, കേസായാലും, സഹോദര ഭിന്നതയായാലും, ഇങ്ങനെയുള്ള എല്ലാ തിന്മകളുടെ മേലും ദൈവത്തിൻ്റെ കരുണ ചൊരിഞ്ഞുകൊണ്ട് ഓരോരുത്തരും സമാധാനം അനുഭവിക്കുന്നതിന് വേണ്ടി സമാധാനത്തെ ആജ്ഞയായ പരിശുദ്ധ അമ്മ വഴി നമുക്ക് അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ശ്രുതികട ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇത്രയും അച്ചടക്കത്തോടുകൂടി ഈ സമൂഹം അവിടെ ജീവിക്കുമ്പോഴും പോലീസിൻ്റെയും അധികാരികളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ അവരൊന്ന് പറയുന്നു, നമ്മൾ 2 പ്രാവശ്യം കേൾക്കുന്ന പോലെ ജനങ്ങൾ അച്ചടക്കത്തിലൂടെയാണ് ജീവിക്കുമ്പോഴും ഇവിടെ അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ വലിയ ഒരു സമരവും അതുപോലെയുള്ള പ്രതികരണമാണ് നമ്മളെ കണ്ടത്. നമ്മൾ ഇത്രയും നാൾ നേടിയതെല്ലാം തകർന്ന രീതിയിൽ ജനങ്ങൾ ആയിരക്കണക്കിന് കൂട്ടം കൂടി നിൽക്കുന്ന ഒരു പ്രവണത, ഇത് ഒരു ഭീഷണമായ സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾക്ക് പല തരത്തിലുള്ള കാരണങ്ങളൊക്കെ ആരോപിക്കാമെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കുന്നത് രാജ്യത്തിന് എപ്പോഴും നല്ലതാണ്. കാര്യം അതിഥി സംസ്ഥാന തൊഴിലാളികൾ കൃപാസനത്തിലും താമസിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നും അവരാരും ഞങ്ങളുടെ ഉന്നയിച്ചിട്ടില്ല. ഈ ക്വാറന്റൈൻ കാലത്ത് ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം തന്നെയാണ് അവർ കഴിക്കുന്നത്. ഭക്ഷണത്തിനെതിരെ ഒരു പരാതി അവർ പറഞ്ഞിട്ടില്ല. ഇക്കാലത്ത് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കൃപാസനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ് അവർ. പക്ഷേ ഗവൺമെൻറ് അധികാരികൾ നിർദ്ദേശിച്ചനുസരിച്ചോ ഞങ്ങൾ വർക്ക് നിർത്തി വെച്ചു. പക്ഷേ അവരിവിടെ താമസിക്കുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് അവർ ഒരു പരാതി ഇന്ന് വരെ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ഭക്ഷണത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കി വരികയും നമ്മളുടെ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് ഭീഷണിയായത് മാറുകയും ചെയ്യുന്നത് ശരിക്കും ഇതുപോലെയുള്ള പല പ്രവണതകളും നമ്മൾ അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്ന് അപ്രതീക്ഷിതമായ സമയത്ത് പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എത്തത്തില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പൈശാചികമായ പ്രവണതകളും അതിനെ പ്രേരിപ്പിക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. ഇത് ജനങ്ങളെ പ്രേരിപ്പിച്ച് കുത്തിയിളക്കിക്കൊണ്ടുവരുന്നതാണെന്ന് പറയുന്നുണ്ട്. ആകസ്മികമായിട്ട് ഉണ്ടായതാണെന്ന് പറയുന്നുണ്ട്. പല പല ചേരികളായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചർച്ചയും നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. ഇത് പരിപൂർണമായ അധികാരികളുടെ അധീനതയിൽ ശാശ്വതമായ സമൂഹ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവണത ആവർത്തിക്കാതിരിക്കുന്നതിനും പുതിയ പ്രവണതകൾ ഇതുപോലെ പൈശാചികമായിട്ട് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സമൂഹത്തിൻ്റെ ദേശത്തിൻ്റെ മൊത്തം ആരോഗ്യത്തെ അവതാളമാക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ദൈവികമായ കരുണ സംസ്ഥാനത്ത് ലഭിക്കാൻ വേണ്ടി ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഈ ക്വാറന്റൈൻ കാലത്ത് ആത്മാവിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കൂടി ഈ നോൻപ് കാലത്ത് നമ്മൾ പ്രത്യേകം കരുതലുള്ളവരായിരിക്കണം. ഇപ്പോൾ വൈറസ് കാണാൻ പാടില്ലാത്ത ഒരു ജീവിയാണ്. കാണാൻ പാടില്ലാത്ത ജീവിയായാലും കാണാവുന്ന ജീവികളായാലും അത് ഈ പ്രപഞ്ചത്തിൻ്റെ ജൈവഘടനയുടെ ഭാഗമായി എന്നും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. പക്ഷെ കാണാൻ പാടില്ലാത്ത ജീവികളായാലും കാണാവുന്ന ജീവികളായാലും നമ്മളെ ബാധിക്കുന്നത് എപ്പോഴാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. എപ്പോഴാണ് ബാധിക്കുന്നത്? ഇപ്പോൾ ആഗ്നേയ സർപ്പങ്ങൾ ബൈബിളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ കൊല്ലണ ഒരു സാധനമാണ് ആഗ്നേയ സർപ്പം. നമ്മൾ നെറ്റടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും തീപ്പാമ്പുകൾ. അതായത് തീ നിറമുള്ള മണലാരണ്യങ്ങളുടെ ഉള്ളിൽ പൊളഞ്ഞ് ഇങ്ങനെ പൂണ്ട് കിടക്കും. എന്നിട്ട് മൂക്ക് മാത്രം മൂടി വെച്ചുകൊണ്ടിരിക്കും, കാണത്തില്ല. ഈ സാധനത്തിൽ ചവിട്ടറാകുമ്പോൾ തന്നെ ആ സാധനം കടിച്ചിരിക്കും. അതാണ് ആഗ്നേയ സർപ്പങ്ങളെന്ന് പറയണത്. പിന്നെ മരുഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജീവിയാണ്, കാണാവുന്ന ജീവിയാണ്.
തേള്. ഈ തേള് എന്ന് പറയുന്നത് മഞ്ഞത്തേളാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈജിപ്തിലൊക്കെ നമ്മൾ പിരമിഡിലൊക്കെ ഉള്ള തേള് കറുത്തത് കരിന്തേള്. നമ്മുടെ നാട്ടിലൊക്കെ ചെമ്പ് നിറമുള്ള തേളാണ് ഉള്ളത്. ഇസ്രയേലിൻ്റെ മരുഭൂമികളിലുള്ളത്, ഈജിപ്ഷ്യൻ മരുഭൂമിയിലൊക്കെ ഉള്ളത് മഞ്ഞത്തേളുകളെക്കുറിച്ചാണ് ബൈബിൾ പറയണത്. അതിൻ്റെ വാലിങ്ങനെ വളഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു കൊമ്പ് പോലെ സാധനം ഉണ്ടാകും. അതുകൊണ്ട് കുത്തിയാൽ നമുക്ക് മരണത്തിൻ്റെ പോലുള്ള വേദന വരും. ഇതെല്ലാം മരുഭൂമിയിലുള്ളതാണ്. എന്താ ഇപ്പം ഇങ്ങനെ പറയാൻ പറഞ്ഞു? ഇത് കാണാവുന്ന വൈറസ് കാണാത്തൊരു ജീവിയാണ്, ശുദ്ധജീവി, കൊലയാളി വൈറസ്. ഇതുപോലെ കൊലയാളി പാമ്പുണ്ട്, കൊലയാളി കാണാവുന്ന കൊലയാളി തേളുകളുണ്ട്. ഇതിലൂടെ എല്ലാമാണ് പിതാക്കന്മാർ കടന്നു പോകുന്നത്. ഈ മരുഭൂമിയിലെ ഈജിപ്തിൽ നിന്നവർ കാനാൻ ദേശത്തെത്തുന്നതിനുള്ളിലെ ആഗ്നേയ സർപ്പങ്ങളെക്കുറിച്ചും തേളിനെക്കുറിച്ചും 2 പ്രാവശ്യം ബൈബിൾ പറയുന്നുണ്ട്. ഒന്ന് പറയണത് നിയമാവർത്തന പുസ്തകത്തിലാണ്, 8:15-16. അവിടെ പറയണത് നിയമാവർത്തനം 8:15-16. അവിടെ പറയണത് ആഗ്നേയ സർപ്പങ്ങളുടെയും തേളുകളുടെയും മുകളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോയെന്നപ്പോൾ ഈ സർപ്പങ്ങൾ നിങ്ങളെ ഉപദ്രവിച്ചോ എന്നാണ് ചോദിക്കണത്. ഈ തേളുകൾ നിങ്ങളെ ഉപദ്രവിച്ചോ എന്നാ. നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടി, അജ്ഞാതമായ മന്നയാൽ നിങ്ങളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഞാൻ നിങ്ങളെ മരുഭൂമിയുടെ നയിച്ചത് ആഗ്നേയ സർപ്പങ്ങളുടെ മീതെയും തേളുകളുടെ മീതെയുമാണ്. എന്നിട്ട് നിങ്ങളെ അവർ ഉപദ്രവിച്ചോ? ഇല്ല. എന്നിട്ട് ഈ യാത്രയിൽ എപ്പോഴാണ് ഈ ആഗ്നേയ സർപ്പങ്ങൾ ഉപദ്രവിക്കുന്ന സമയമുണ്ട്. എപ്പോഴാണ് ഉപദ്രവിച്ചത്? അവർ മൊവാബിലെത്തിയപ്പോൾ ആഗ്നേയ സർപ്പങ്ങളെ കുറേ ആൾക്കാർ കുത്തി. ഇതേ ആഗ്നേയ സർപ്പങ്ങളുടെ പുറത്തു കൂടിയാണ് അവർ നടന്നു പോകുന്നത് ഈ 40 വർഷം മുഴുവനും. അപ്പോൾ ഒരു സ്ഥലത്ത് ആഗ്നേയ സർപ്പങ്ങൾ അവരെ കൊത്താതിരിക്കുകയും അതിനെ പുറത്തു കൂടി അവർ സഞ്ചരിച്ചു പോരുകയും ഒരു സ്ഥലത്ത് വരുമ്പോൾ അതിനെ കൊത്തുകയും ചെയ്യണത് എന്തുകൊണ്ടാണ്? അവിടെ പ്രതിരോധ ശക്തി പോയി. അതാണ് സംഖ്യാപുസ്തകം 21:6 പറയും, ആഗ്നേയ സർപ്പങ്ങൾ അവരെ കൊത്തി, അവർ മൊഹാലസ്യപ്പെട്ട് വീണ്. ഇതേ ആഗ്നേയ സർപ്പങ്ങളുടെ കൂടെ പുറത്തുകൂടിയാണ് നേരത്തെ കടന്നു പോകുന്നത്. അന്ന് അവർ തൊട്ടില്ല, അന്ന് ഈ വൈറസ് അവരെ ആക്രമിച്ചില്ല. ഇപ്പോഴവരെ ആക്രമിച്ചു. പണ്ടുണ്ടായിരുന്ന വൈറസുകളാണ്. പണ്ട് മനുഷ്യനെ ആക്രമിക്കണില്ല, ഇപ്പോഴാക്രമിക്കുന്നു. അങ്ങനെയും ചിന്തിക്കാം നമുക്ക്. കാരണം കാണപ്പെടാത്ത ജീവികളുണ്ടല്ലോ, കാണപ്പെടുന്ന ജീവികളുണ്ട്. ഈ കാണപ്പെടാത്ത ശുദ്ധജീവികളായാലും കാണപ്പെടുന്ന ശുദ്ധജീവികളായാലും കുറേ കാലം മുമ്പ് ആക്രമിച്ചില്ല, ഇപ്പോഴാക്രമിക്കുന്നു. സംഖ്യാപുസ്തകം എന്നാ പറയണത്? പണ്ട് ആക്രമിക്കാതിരുന്ന ശുദ്ധജീവികൾ ഇപ്പോഴെങ്ങനെ സംഖ്യ 21:5 എന്താ? അവരെ കർത്താവിനെതിരെ പെറുത്തു. അതാണ് വിഷയം. ദൈവത്തിന് ഇതിൽ നിന്ന് മനുഷ്യൻ അകന്നു പോന്നാൽ അതെന്തിൻ്റെ പേരിലായാലും, യുക്തിയുടെ പേരിലായാലും ശാസ്ത്രത്തിൻ്റെ പേരിലായാലും സന്മാർഗത്തിൻ്റെ പേരിലായാലും മനുഷ്യൻ ദൈവത്തിന് അകന്നു പോന്നാൽ സ്വാഭാവികമായി ആത്മാവിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടും. അപ്പോഴേ ശാന്തമായി കിടന്ന ഇതുപോലെയുള്ള എല്ലാ ക്ഷുദ്രജീവികളും മനുഷ്യന് എതിരെ വരും. എതിരെ വന്നപ്പോൾ എന്നാ ചെയ്തത്? അവർ ആഗ്നേയ സർപ്പങ്ങളെ ദംശനമേറ്റ് സംഖ്യ 21:5-6 വചനങ്ങൾ പറയുന്ന പോലെ ഇവർ മൊഹാലസ്യപ്പെട്ടപ്പോൾ ജനങ്ങൾ മോസസിൻ്റെ അടുത്ത് വന്ന് അപരാധിപ്പെട്ടു. ഞങ്ങൾ നിനക്കും ദൈവത്തിനുമെതിരെ പാപം ചെയ്ത് പോയി, ഇനി എന്ത് ചെയ്യും? എല്ലാം ഇങ്ങനെ മരുഭൂമി കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മോസസ് പരമപിതാവിനോട് അപരാധിപ്പെട്ടു. ജനം സർപ്പദംശനമേറ്റ് മൊഹാലസ്യപ്പെട്ടും മയങ്ങിയും മരിച്ചും കിടക്കണ ഈ യാത്ര ഇവിടെ അവസാനിക്കുമോ എന്ന് ചോദിക്കും. അതാണ് മാർപ്പാപ്പ ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ വലിയ കുരിശുരൂപം കൊണ്ടുവന്ന് വത്തിക്കാനിൽ വെച്ചിട്ട് ഊർബിയത്തോർബിയിൽ നാടിന് നഗരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആശീർവദിക്കുമ്പോൾ ചെയ്ത കാര്യം അതാ.
എന്താണ് അന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ. ചില ആൾക്കാർ ചോദിച്ചു ഈ കുരിശുരൂപം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ കൊറോണ വൈറസ് ഇവിടുന്ന് വിട്ടുപോകുമെന്ന് ചോദിച്ചു. വിശ്വാസമില്ലാത്തവർ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് സംശയം ഉണ്ടാവും. വിശ്വാസിക്ക് സംശയമില്ല. എന്താ കാര്യം? അതിനൊരു വിശുദ്ധ പാരമ്പര്യമുണ്ട്. ഇപ്പോൾ തുടങ്ങിയതല്ലത്. പരിശുദ്ധ പിതാവ് ആ വിഷയം ചെയ്തതിന് ഒരു വിശ്വാസത്തിൻ്റെ ജനതയ്ക്ക് ജന്മാന്തരങ്ങളുടെ പാരമ്പര്യമുണ്ട്. ആ വിശ്വാസം മറ്റവിശ്വാസികൾക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. മോസസിനോട് ദൈവം എന്താ പറഞ്ഞത്? സർപ്പദംശനമേറ്റവർ സുഖം പ്രാപിക്കും. എപ്പോഴാണ്? നീ പിത്തള കൊണ്ട് വേറെ ഒരു സർപ്പത്തെ ഉണ്ടാക്കി അത് ഒരു വടിയിൽ കെട്ടി ഉയർത്തണമെന്ന് പറഞ്ഞു. പിത്തള കൊണ്ട് വേറെ ഒരു സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ കെട്ടി ഉയർത്തണം. പിത്തള സർപ്പം സൗഖ്യം നൽകുമെന്നൊന്നും അല്ല പറഞ്ഞത്. അതൊരടയാളമാണ്. ഇങ്ങനെ പരിശുദ്ധ കുർബാനയും കൗദാശികമായൊരു അടയാളമാണ്. അല്ലാതെ ദൈവത്തിൻ്റെ വാക്കാൽ കൽപ്പിതവും സ്ഥാപിതവുമാണ്. അത് അവിടെ മാനിക്കപ്പെടുന്നതും ആരാധിക്കപ്പെടുന്നതും കർത്താവിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് അതിലൂടെ നമുക്ക് സൗഖ്യമായി വരണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനപ്രകാരമുള്ള അടയാളത്തിൻ്റെ അത്ഭുതത്തിൻ്റെയും ആ മാധ്യമം കണ്ടപ്പോഴേ, അടയാളം കണ്ടപ്പോഴേ അവർ സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നവർ ദൈവം അതാത് കാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി നൽകുന്ന അടയാളങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ, അതിനെ അനുധാവനം ചെയ്യുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുന്ന പോലെ തന്നെ ഈ കാലങ്ങളിൽ വിശ്വാസികൾ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഈ കാലത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. മുറിവിൻ്റെ മാരകമായ സൗഖ്യത്തിൽ നിന്ന് മാനവരാശി വീണ്ടെടുപ്പിന് വേണ്ടി പരമപിതാവ് മനുഷ്യരാശിക്ക് മേൽ ഉയർത്താൻ പോകുന്ന ഏറ്റവും വലിയ പിത്തള സർപ്പം ഈശോയാണെന്ന് ഈശോ തന്നെ പറയുന്ന ഭാഗത്തോടുകൂടിയാണ് യോഹന്നാൻ രക്ഷാകരമായ ചരിത്രങ്ങൾ പറയാൻ ആരംഭിക്കുന്നത്. നിക്കോദേമോസിനോട് സംസാരിച്ച ശേഷം ഈശോ പറയും, മോശ, യോഹന്നാൻ്റെ സുവിശേഷം 3:14, മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണമെന്ന്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ ദംശനമേറ്റ് മഹാലസ്യപ്പെട്ടു പോയ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മേൽ ദൈവപിതാവ് ഉയർത്തിയ രക്ഷയുടെയും ജീവൻ്റെയും പിത്തള സർപ്പമായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന സങ്കീർത്തനം 34:5 എഴുതിയിരിക്കുന്ന പോലെ കർത്താവിനെ നോക്കുന്നവർ പ്രകാശിതരാകുന്ന പാപപരിഹാരത്തിൻ്റെ വിശുദ്ധ വാരത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്യാനത്തിലൂടെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഈ വിശുദ്ധ വാരത്തിലൂടെ പിതാവായ ദൈവം പാപത്തിന്റെ ദംശനമേറ്റ് മഹാലസ്യപ്പെട്ട മനുഷ്യരാശിയുടെ ആത്മാവിന്റെ മേല് ഉയർത്തപ്പെട്ട രക്ഷയുടെ പിത്തള സർപ്പമായ സ്വർഗീയ ജീവന്റെ അടയാളമായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി കർത്താവേ, ഈ വിശുദ്ധ വാരത്തിലെ എല്ലാ ശുശ്രൂഷകളിലൂടെയും ജനകോടികളെ അങ്ങ് അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ അങ്ങനെയുള്ള എല്ലാ പ്രതീകങ്ങളെയും പാപപരിഹാരത്തിന് വേണ്ടിയുള്ള സ്വർഗീയ വെളിപ്പെടുത്തലായിട്ടുള്ള തൻ്റെ കുരിശാരോഹണത്തിലൂടെ ഉണ്ടാകുന്ന പാപക്ഷമയുടെയും ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെയും അടയാളങ്ങളെ ഈശോ വീണ്ടും പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. 12-ാം അധ്യായം 32-ാമത്തെ തിരുവചനം. ഗ്രീക്കുകാർ വന്ന് ഈശോനെ അന്വേഷിച്ചതിന് ശേഷം ഈശോയുടെ ജീവിതവും ദൗത്യവും ജന്മവും ജന്മസാഫല്യവും സ്വർഗീയ ലക്ഷ്യവും വെളിപ്പെടുത്തിയതിന് ശേഷം ഗ്രീക്കുകാർ പോയി കഴിയുമ്പോൾ ഈശോ പറയും,
മനുഷ്യപുത്രൻ, യോഹന്നാന്റെ സുവിശേഷം 12:32 വാക്യം, ഉയർത്തപ്പെടാൻ സമയമായി. കർത്താവ് ഉയർത്തപ്പെടുന്നതിന് പകരം പറയുന്നത് മഹത്വപ്പെടാൻ സമയമായി എന്നാണ്. അത് യോഹന്നാൻ്റെ 3:14, യോഹന്നാൻ്റെ 12:32 അതിൻ്റെ ഒരേ വചനം തന്നെയാണ്. തൻ്റെ കുരിശാരോഹണത്തെക്കുറിച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. ആ കുരിശാരോഹണത്തിലൂടെ പാപത്തിന് പരിഹാരമാകുമ്പോൾ, മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിന്, മനുഷ്യപ്രകൃതി ദൈവത്തിൽ നിന്ന് മർദ്ദലിച്ച് പോയതിന് പരിഹാരമായി ദൈവം തന്നെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് മനുഷ്യത്തിന് പാപത്തിന് ശരീരത്തെ ശിക്ഷ വിധിക്കുമ്പോൾ, ആ ശിക്ഷയിൽ പരപിതാവ് പ്രസാദിക്കുമ്പോൾ, കൃപയായത് മാറുമ്പോൾ, മനുഷ്യൻ ജീവനായി മാറുമ്പോൾ, അങ്ങനെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നതിന് വേണ്ടിയുള്ള കുരിശാരോഹണമായിട്ട് താൻ ഭൂമിയിൽ ഉയർത്തപ്പെടുമ്പോൾ ഈശോ പറയും, എല്ലാ മനുഷ്യരെയും, യഹൂദരെ മാത്രമല്ല, ഗ്രീക്കുകാരെ മാത്രമല്ല, ഭാരതീയരെ മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 12:32 പറയും, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന്. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ ലോകാന്തരങ്ങളിലുള്ള എല്ലാ മനുഷ്യരും ഈ ക്രൂശിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് വീണ്ടെടുക്കുന്നത്. അതുപോലെ വിശുദ്ധ വാരത്തിൻ്റെ ചൈതന്യത്താൽ അനേകം മക്കൾ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവിന് കൃപയിൽ ജീവിച്ചുകൊണ്ട് ദൈവിക ജീവൻ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു എനിക്ക് പകരക്കാരനായിട്ടാണ് എനിക്ക് മേലുള്ള ശിക്ഷ അവൻ ഏറ്റെടുത്തതെന്ന് വിശ്വസിക്കുമ്പോൾ ആകർഷണമായി. വിശുദ്ധ വാരത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം യേശുക്രിസ്തു എനിക്ക് പകരക്കാരനെ മരിച്ചു എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്ക് പകരക്കാരനായി മരിക്കുകയും എനിക്ക് നിത്യത അവകാശമാക്കി മാറ്റുകയും ചെയ്തവനെ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശ്വാസം ഒരു അധികാരമാണ്. വിശ്വാസത്തിൽ ഈശോ നേടിയെടുത്ത സാത്താൻ്റെ തിന്മയുടെ ശക്തികളുടെ മേൽ ഈശോ നേടിയെടുത്ത അധികാരമാണ് വിശ്വസിക്കുമ്പോൾ വിശ്വാസിക്ക് ലഭിക്കുന്നത്. ഈ അധികാരത്തിലാണ് നമ്മൾ സർപ്പങ്ങളുടെയും തേളുകളുടെയും മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകണമെന്ന് ഈശോ പറഞ്ഞില്ലേ. അധികാരം വിശ്വാസത്തിലാണ് അവരെ നേടിയെടുക്കുന്നത്. ഇപ്പം ലൂക്കായുടെ സുവിശേഷം 10:19 ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 8:15 ആത്മീയ സർപ്പങ്ങളെക്കുറിച്ച്, തേളുകളെക്കുറിച്ച്. അവിടെ മേൽ ചവിട്ടി നടന്നുകൊണ്ട് പോകുന്നപ്പോൾ അവരെന്തുകൊണ്ട് ഉപദ്രവിച്ചില്ല? അവരെ എന്താണ് ഉപദ്രവിക്കാഞ്ഞതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ വിശ്വാസം കൊണ്ട്, വിശ്വാസം വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് ഏത് ആത്മീയ സർപ്പങ്ങളുടെ പുറത്ത് കയറി ചവിട്ടിപ്പോന്നാലും, ഏത് തേളുകളുടെ ചവിട്ടി പോന്നാലും ഒന്നും ഉപദ്രവിക്കത്തില്ല എന്ന് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 10:19 നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ ഉപദ്രവിക്കാതിരുന്നത്? ദൈവത്തിലുള്ള വിശ്വാസം കുറയുന്ന അനുസരിച്ച് കൊണ്ട് കാണപ്പെടുന്ന ശുദ്ധജീവിയായാലും കാണപ്പെടാത്ത വൈറസ് ആയാലും മനുഷ്യനെ ഉപദ്രവിക്കുന്ന സൂചനയാണ് കർത്താവിന്റെ വചനം നൽകുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കാണപ്പെടുന്ന ശുദ്ധജീവിയായാലും കാണപ്പെടാത്ത ശുദ്ധജീവിയായാലും വിശ്വാസം ഉപദ്രവിക്കാത്ത വിധം വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴൊക്കെ പുറന്തള്ളപ്പെടുന്നൊരു വ്യക്തിയുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ 12:31 കർത്താവ് 12:32 മനുഷ്യപദം ഉയർത്തപ്പെടണമെന്ന് പറയും മുമ്പ് കർത്താവ് പറയുന്നത് എന്താണ്? ഇപ്പോൾ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടുന്നു. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 10:19 വായിക്കുമ്പോൾ ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുമേ ചവിട്ടി നടക്കാൻ ഞങ്ങൾക്ക് അധികാരം നൽകണമെന്ന് പറയുമ്പോൾ അതിനൊരു വാക്യം അപ്പുറത്ത് എന്താ എഴുതിയിരിക്കുന്നത്? 12:18 സാത്താൻ
ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടുവന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ വ്യക്തികളെ, വിശ്വാസത്താൽ ദൈവവൈദ്യരെ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ സാത്താനായാലും ശരി, അതിൻ്റെ എല്ലാ ശക്തികളും, അതിൻ്റെ രോഗങ്ങളും, അതിൻ്റെ പീഠകളും പുറന്തള്ളപ്പെടുകയും ഇടിമിന്നൽ പോലെ താഴെപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ലോകത്തിന് വേണ്ടി നോക്കി പാർക്കാൻ വേണ്ടി ആരാധനയിലൂടെ ദൈവികമായ ശക്തി ഉൾക്കട്ടെ. ശ്രുതിയുടെ വിശ്വസിക്കുക. ശ്രുതിയുടെ ഹല്ലേലൂയ. സാത്താൻ പുറന്തള്ളപ്പെടും. അതാണ് കർത്താവിൻ്റെ വചനം നൽകുന്ന സന്ദേശം. യോഹന്നാൻ 12:32 യേശു ഉയർത്തപ്പെടുന്നതിന് മുമ്പ് യോഹന്നാൻ 12:31 ഈശോ പറയും, ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടുന്നുവെന്ന്. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ ശക്തികളുടെ ചവിട്ട് നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന് അധികാരം കെട്ടിക്കഴിയുമ്പോൾ അതിലൊരു വാക്കപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടുവെന്ന്. യേശു ഉയർത്തപ്പെടുമ്പോഴും സാത്താൻ പിന്തള്ളപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ശിഷ്യൻ വിശ്വാസത്താൽ ഉയർത്തപ്പെടുമ്പോഴും സാത്താൻ പിന്തള്ളപ്പെടും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്നെ ഉയർത്തി വിശ്വാസത്താൽ എൻ്റെ ആത്മാവിൽ നിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് സാത്താനെ പിന്തള്ളുവാൻ ദൈവമേ എന്നെ ശക്തീകരിക്കണമേ, ലോകത്തെ ശക്തീകരിക്കണമേ. കർത്താവ് വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകിയത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാൽ യേശു ഉയർത്തപ്പെടുമ്പോൾ സാത്താൻ പിന്തള്ളപ്പെടും. ശിഷ്യൻ്റെ ജീവിതത്തിലെ യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള സുവിശേഷവിഹിതമായ ജീവിതത്താൽ വിശ്വാസത്തിൽ അവ ഉയർത്തപ്പെടുമ്പോൾ സാത്താൻ ഇടിമിന്നൽ പോലെ താഴെപ്പെടും. സാത്താൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏത് തരത്തിലുള്ള അവസ്ഥകളെയും പ്രതിരോധിക്കുവാൻ കർത്താവെ ഈ കാലഘട്ടത്തിൽ സഭയെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ഈ കാലഘട്ടത്തിൽ ഓരോ കുടുംബങ്ങളെയും നീ അഭിഷേകം ചെയ്യണമേ. വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ ശക്തിയാൽ പൊതുസമൂഹത്തെ നീ എല്ലാ തിന്മകളും സംരക്ഷിച്ചതുകൊണ്ട് ഭൂമിയുടെ ഉപ്പായി ലോകത്തെ പ്രകാശമായി വർത്തിക്കുവാൻ സഭയെ നീ ഉയർത്തണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ആരാധന രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. കൃപാസനത്തിൽ എന്നും ദൈവം ചെയ്തതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എന്നും ദൈവം ചെയ്തതുപോലെ ഇന്നും ചെയ്യും. ഇതിനകെ ആയിരങ്ങൾ സാക്ഷ്യങ്ങൾ, അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞതുപോലെ ഈ ആരാധന ലൈവായി പങ്കെടുക്കുന്ന നിങ്ങൾക്കും വിപ്രവാസത്തിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ തിരിച്ചു വന്ന് അൾത്താറയിലെ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ വന്ന് നിങ്ങൾക്കും നിങ്ങളുടെ ദൈവാനുഭവം പങ്കുവെക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. രോഗമുള്ളയിടത്തെല്ലാം യേശുനാമത്തെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് കൃപാസ്ഥലത്തെ അവസാനത്തെ രീതിയിൽ വരുന്ന ദൈവിക ഇടപെടലിൻ്റെ അടയാളമായ രോഗസൗഖ്യ പ്രാർത്ഥന. അതുകൊണ്ട് എൻ്റെ മക്കളെ, യേശുനാമത്തിൽ രോഗമുള്ള സ്ഥലങ്ങളെല്ലാം കൈകൾ വെക്കുക. കർത്താവേ, അങ്ങയുടെ മക്കൾ നിൻ്റെ നാമത്തിൽ ഉദരമേഖലകളിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉദരരോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന കർത്താവേ, നിൻ്റെ നാമത്തിൽ നിൻ്റെ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന കർത്താവേ, ഉദരരോഗികളെ നീ സ്പർശിക്കണമേ കർത്താവേ. ഉദരരോഗികളുടെ മേൽ കർത്താവേ അങ്ങ് കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉദരരോഗികൾ ഉദരരോഗത്തിൻ്റെ മേൽ കൈവെക്കുക. ഉദരത്തിൽ സിസ്റ്റമുള്ളവരുണ്ടാകും, കുടലിൽ കുരുക്കൾ, അൾസറുള്ളവർ, അവരെല്ലാം ഉദരത്തിൽ ഈശോ നാമത്തെ കൈവെക്കണമെന്ന് പറയണം. അമ്മ മാതാവേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം തരണമേ. ഇപ്പോൾ ഞാൻ നിൻ്റെ ദീർഘമായ നാമത്തിലാണ് എൻ്റെ വയറ്റിൽ കൈവെക്കണത്. അനേകം മക്കൾ അകലെ ഇരുന്നുകൊണ്ടും ഓരോരോ സ്ഥലങ്ങളിലും സൗഖ്യപ്പെട്ടതായിട്ട് സാക്ഷ്യം നിങ്ങൾ കേട്ട് കാണും. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ഈശോ നാമത്തിൽ നിങ്ങൾ കൈകൾ വെക്കുക. അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉദരരോഗമുള്ളവർ, ഉദരത്തിൽ മൂത്രാശയത്തിൽ കല്ലുള്ളവർ, ഗർഭപാത്രത്തിൽ സിസ്റ്റ് വളരുന്നവർ, കുട്ടികളില്ലാത്തവർ, ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞിട്ടുള്ളവർ ഒക്കെ അവസാനാസ്ത്രമായ ദൈവനാമത്തിൽ ഉദരത്തിൽ കൈവെക്കുക. അൾസർ രോഗികൾ, അൾസർ രോഗികൾ,
പിസ്റ്റില്ല രോഗികൾ, പിസിയോടി രോഗികളെല്ലാം ഉദരത്ത് കൈവെക്കുക. കർത്താവെ, അങ്ങയുടെ മക്കൾ നിൻ്റെ തിരുമുറിവാർന്ന വലതുകരത്താൽ ആശ്രയിച്ചുകൊണ്ട് അവിടെ ഉദര രോഗികൾ, കർത്താവെ, ഉറക്കമില്ലാത്തവരെ, ഉദരരോഗം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, ആഹാര നിഹാരം ഒന്നും നടക്കാത്തവർ, വീർപ്പ് മുട്ടുന്നവർ, സങ്കടപ്പെട്ട് കർത്താവെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നവർക്ക് എല്ലാം വേണ്ടി കർത്താവ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈശോ അവരെ സ്പർശിക്കണം. കർത്താവെ, നിന്റെ തിരുമുറി പാർന്ന ഭരതകർത്താവ് അവരുടെ ഉദരത്തെ സ്പർശിക്കണം. കർത്താവെ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നെഞ്ചിൽ അസുഖമുള്ളവരെ, നിങ്ങൾ നെഞ്ചിൽ കൈവെക്കുമ്പോൾ ശ്രദ്ധിക്കണേ മക്കളെ. കൊറോണയുടെ ഭീകരമായ വേദന അനുഭവിക്കുന്നവരെല്ലാവരും നെഞ്ചിലാണ് ആ വേദന അനുഭവിക്കണമെന്നാണ് പറയണത്. 100 കിലോയുടെ വെയിറ്റ് അനുഭവിക്കണവരാണ് അവർ ശ്വാസകോശ രോഗികൾ വിഷമിക്കുന്നത്. ശ്വാസകോശ രോഗമുള്ളവർ മാത്രമല്ല, കൊറോണ വൈറസിൻ്റെ ബാധയുള്ളവരും നെഞ്ചിലാണ് ആ വിഷമം അനുഭവിക്കുന്നത്, ശ്വാസം പോലും വിടാൻ പറ്റാത്ത രീതിയിൽ. അവരെയും കൂടി ഓർത്ത് നമ്മൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോഴേ നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമല്ല, 3 ലക്ഷത്തോളം ആൾക്കാരാണ് രോഗബാധിതരെന്നാണ് കേൾക്കുന്നത്. അവിടെ എല്ലാവരുടെയും നെഞ്ചിൽ നിങ്ങൾ കൈവെക്കണം വിശ്വാസത്താൽ, യേശുനാമത്തിൽ. ഇനി ഹൃദ്രോഗികളുണ്ട്. ഈ രോഗം വന്ന കാരണം ഇനി മറ്റു രോഗികളെല്ലാം മറന്നുപോയ പോലെയാണ് രോഗത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു ചെറിയ വയറുവേദനയാണെങ്കിലും വേദന തന്നെയാണ്. അത് അനുഭവിക്കുക തന്നെ ചെയ്യണത്. അതുകൊണ്ട് ഒരു രോഗം കൊണ്ട് മറ്റുള്ളതൊന്നും മറക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളവരെല്ലാം കരുതലോടെ കർത്താവിനെ ഏൽപ്പിക്കുന്നത്. കർത്താവ് നെഞ്ചുവേദനക്കാരെല്ലാം അങ്ങേക്ക് ഏൽപ്പിക്കുകയാണ്. ശ്വാസകോശ രോഗികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹൃദയരോഗികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കരൾ രോഗികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരത്തെ കർത്താവെ, ഹൃദയത്തെ സ്പർശിക്കണമേ, കരളിനെ സ്പർശിക്കണമേ, എല്ലാ കൊറോണ പോലുള്ള എല്ലാവിധ വൈറസ് രോഗികളെയും കർത്താവ് സ്പർശിക്കണേ. യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ഉന്നതമായ നാമത്തിൽ രോഗികളെ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിന് പരപിതാവേ, ഈ നിമിഷം അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, കൈ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, അസ്ഥികൾ ഒടിഞ്ഞ് ആശുപത്രി കിടക്കുന്നവരെ, വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റാതെ കിടക്കുന്നവരെ, ഇപ്പോഴേ ഈ കൊറോണയുടെ കാലം കഴിഞ്ഞാലും പുറത്തുപോയ ജോലി ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. നമ്മളെ കൊറോണ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കതൊന്നും ഫീൽ ചെയ്യണില്ല. കാര്യം അവർ പറയും, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടാലും ഈ കാലം ലോക്ക്ഡൗണിൻ്റെ കാലം കഴിഞ്ഞാലും ഞാനിവിടെ പോകാനാ. എൻ്റെ അസ്ഥി ഒടിഞ്ഞ് കിടക്കുകയാണ്, എനിക്ക് മാറാത്ത വലിയ രോഗമാണ്, എനിക്ക് രക്തത്തിൽ ക്യാൻസറാണ്, എൻ്റെ തലയ്ക്ക് ബ്ലോക്കാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവർ അവരെയൊക്കെ ഇപ്പോൾ ആരും ഓർക്കണ കൂടിയില്ലാത്ത അവസ്ഥയാണ്. കർത്താവെ, ആരും ഓർക്കാത്തത്, ആരും പരിചരിക്കാത്തവരും, ആരും മറന്നുപോയ രോഗികൾ, അവരും അവരുടെ വേദനകളുമായിട്ട് അവർ കർത്താവെ മല്ലിടുകയാണ്. ഈശോ വാദരോഗികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണ് കാണാൻ പാടില്ലാത്ത സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്ഥിക്കുഴകളിലും കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ചവരെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളാൽ പീഡിതരായിട്ടുള്ളവരുടെ മേൽ കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, യേശു സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, കൃപാസനത്തിലൂടെ ഇപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കുന്നത്, രാത്രിയും പകലും ഞങ്ങൾ ഫോൺ എടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വരുന്ന ഫോൺ ഇപ്പോഴും പഴയ ഒത്തിരിയേറെ വിഷയങ്ങളിൽ ജനങ്ങൾ വേദനിക്കുന്നുണ്ട്. ജോലിയില്ലാത്തവരെ, പറമ്പ് വിൽക്കാത്തവരെ എല്ലാം സ്റ്റക്കല്ലേ ഇപ്പം. ശരിക്കും ഇതൊക്കെ മുമ്പ് തന്നെ കുറേ വിഷമത്തിലായിരുന്നു. സാമ്പത്തിക കടങ്ങളാൽ വേദനിക്കുന്നവരെ, മക്കളെ കൊണ്ട് പൊറുതിമുട്ടി, അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയവരെ, കുടുംബത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ, എന്തിന് ജീവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഭാരപ്പെടുന്നവരെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മനക്ലേശവും ശാരീരിക പീഡയും ജീവിത ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് സങ്കടപ്പെടുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ മഹത്വം മഹത്വം മഹത്വം. യേശുവേ നന്ദി. ഹല്ലേലൂയ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീര് രോഗികളെന്ന് പറയും. എന്നുവെച്ചാൽ നീരല്ല, ശരിക്കും പറഞ്ഞ കൈകളിൽ നീരിങ്ങനെ വന്ന് കെട്ടിക്കിടക്കും. അങ്ങനെ എന്തോ പല രോഗങ്ങളുടെയും ഒരു സൈഡ് ഇഫക്ട്സ് ആയിട്ടാണ് അത് വരണത്. പ്രത്യേകിച്ച് ഇടത് കൈയുടെ നീരാണ് ഇപ്പം ദർശനത്തിലുള്ളത്. ഇതുപോലെ നീര് രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം സ്തോത്രം. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന. പ്രിയമുള്ളവരെ, ഒരു ഉദളത്തിൻ്റെ പന്ത് പോലുള്ള എന്തോ ഒരു കാപോലെയാണ്, ജീർണിച്ച കായ. ശരീരത്തിൻ്റെ ഏതൊരു അവയവമാണത്. ആ അവയവം അത് ഡീക്കേ ആയി ആളിനൊരു മാരകമായ രോഗമായി മാറുകയാണത്. ചിലപ്പോൾ ഒരു സിസ്റ്റാകാം, ചിലപ്പോൾ കരളും ഹൃദയവും പോലെയുള്ള ഒരു പന്ത് പോലെ ഇരിക്കുന്ന ഒരു അവയവമാണ്. ഈ അവയവത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ടിട്ട് ഒരു മരുന്ന് വെക്കാത്ത അവസ്ഥയിൽ നിന്ന് ഇതിനെ കർത്താവ് തിരിച്ചു കൊണ്ടുവന്ന് ആളെ പൂർണ്ണമായി ആ രോഗത്തെ സുഖപ്പെടുത്തി ആളെ വീണ്ടെടുക്കുന്ന സന്ദേശമാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആ പന്ത് പോലെയുള്ള ഒരു അവയവത്തിൻ്റെ ഡീക്കേ ആയിരിക്കുന്ന ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ആ അവയവത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് ഈശോ കാണിക്കണ മുമ്പ് തന്നെ അടഞ്ഞ മൂക്കിനെ കാണിച്ചായിരുന്നു. പക്ഷേ മൂക്ക് സംബന്ധമായ രോഗങ്ങൾ, ചിലപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാത്തതാകാം, അതിൻ്റെ പേരിലുണ്ടാകുന്ന രോഗങ്ങൾ, ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്ത രോഗമാകാം, ചിലപ്പോൾ എന്തെങ്കിലും സിസ്റ്റുകൾ മുകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വളരുന്നതാകാം, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ കെട്ടുകളാകാം. ഇങ്ങനെയുള്ള രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യം വരാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. കാലം പോലെ ദൈവിക ശത്രുക്കട്ടെ. ഹല്ലേലൂയ. മാരരോഗങ്ങളെ യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നലെ അഫീന്റെ പിതാവ് ജെയിംസ് റാഫെ പിതാവ് ഈ ബലിപീഠത്തിൽ കുർബാന അർപ്പിച്ച സമയത്ത് ഒത്തിരി പേര്, 1200ഓളം പേര് ഓൺലൈനിൽ പിതാവിന് പ്രാർത്ഥന സമർപ്പിക്കുന്നുണ്ടായിരുന്നു കുർബാനയിലേക്ക്, ആ ഓൺ ടൈമിനെ, വെളുപ്പിനെ. അപ്പം അതിൽ ഞാനതിന് ശേഷം വൈകുന്നേരം ഒരു റെസ്റ്റ് കിട്ടിയപ്പോൾ ഒന്ന് വായിച്ച് നോക്കിയല്ല കമൻറ്റുകളും, പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പിതാവിൻ്റെ കുർബാനയ്ക്ക് വെച്ച വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥന കൊടുക്കാൻ വേണ്ടി എടുത്ത് നോക്കിയപ്പോൾ ഒരു കമൻറ്റ് ഇതാണ്. കമൻ്റല്ല, പ്രയർ അച്ഛാ, ഞങ്ങളെ മറന്നു പോകരുത്, ഞങ്ങളിവിടെ ഗൾഫിലകപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കാര്യം പറയാൻ ആരുമില്ല എന്ന്. എനിക്ക് സത്യമൊന്നും സങ്കടം വന്നുപോയി അത് കേട്ടപ്പോഴേ. കാര്യം ഇപ്പം ഇവിടെയുള്ള ആൾക്കാരെക്കുറിച്ച് ഭയങ്കരമായ സംസാരവും സംരക്ഷണമൊക്കെയാണ്. പക്ഷേ യൂറോപ്പിലും പഠിക്കാൻ പോയ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്താ? ഗൾഫ് രാജ്യങ്ങളിൽ പോയ നമ്മുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും സ്ഥിതി എന്താ? അവർ ഗർഭിണികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരെവിടെയാണ്? ഇങ്ങനെ അവരുടെ സുരക്ഷിതത്വം എന്താണ്? ഇങ്ങനെ കുറേ വിഷമങ്ങൾ കേരളത്തിൻ്റെ കുടുംബങ്ങളെ അലട്ടുന്നുണ്ട്, ലോകത്തിൻ്റെ കുടുംബങ്ങളെ അലട്ടുന്നുണ്ട്. വലിയ വർത്തമാനമൊക്കെ എല്ലാവരും പറയുമെങ്കിലും ആത്യന്തികമായിട്ട് ദൈവം മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ അനാഥമായി ആരും തിരക്കാനോ അന്വേഷിക്കാനോ സംരക്ഷിക്കാനോ, ഇനി ഒരു ജീവിതം പച്ചപ്പിടിപ്പിച്ച് ഒന്നേന്ന് തുടങ്ങിയെടുക്കാൻ വേണ്ടി സാങ്കേതികവും വിദ്യാഭ്യാസപരവും ജോലി സംബന്ധമായ തടസ്സങ്ങൾ, ജീവദുരിതങ്ങൾ അനുഭവിക്കുന്ന മേൽ, എല്ലാ രാജ്യങ്ങളിലും അകപ്പെട്ടിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം ആ മക്കളിലേക്ക് തളിക്കണമേ, അവിടെ കണ്ണുനീര് നീ ഏറ്റെടുക്കണമേ. ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ അവിടെ ശാരീരിക അവസ്ഥകളെ, അവിടെ സാങ്കേതിക ജീവിത ദുരിതങ്ങളെ യേശുനാമത്തില് മാറിപ്പോട്ടെ. ഹല്ലേലൂയ
പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തുതിയുടെ ഹല്ലേലൂയ. ഏതെല്ലാം മേഖലകളിൽ വേദന വിഷമിക്കുന്നുണ്ട്, അവിടെ എല്ലാം ഏറ്റെടുക്കണമേ. ആ ശ്വാസത്തിന് ശക്തി പകരണമേ. വിശ്വാസത്തിന്റെ പരീക്ഷണത്തിന്റെ കാലഘട്ടങ്ങളിലെ പ്രാർത്ഥനയുടെ സമയമാണ്. സമാപന ആശീർവാദം ലഭിക്കാൻ പോവുകയാണ്. ഈ ആശീർവാദത്തിലും അനേകം മക്കളെ കർത്താവ് സ്പർശിക്കാം. നിങ്ങൾക്ക് തിരിച്ച് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ ഇപ്പോൾ തന്നെ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് പരിശുദ്ധ കുർബാനയ്ക്ക് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ വഴി ക്ഷുദ്രജീവികൾ അടിച്ചതിൻ്റെ പേരിൽ രക്തം മരവിപ്പ് കയറുകയും രക്തത്തിൽ വിഷം കയറുകയും ചെയ്ത വ്യക്തികളെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. അതിൽ മുസ്ലിം രോഗികളും കടന്ന രോഗികളും വരെ ഉണ്ട്. ദർശനത്തിലെ വിഷജന്തുക്കളാണ്. ഈ രോഗത്തെ മരുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന രോഗികൾ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. ഈ സമയത്ത് കർത്താവ് അവരെ സ്പർശിക്കും. ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങളെ പരിശുദ്ധ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. എന്നെ സാക്ഷ്യം ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുക. കണ്ണിൻ്റെ കൃഷ്ണമണിക്കുണ്ടാകുന്ന കളർ വ്യത്യാസവും കാഴ്ചയിലുണ്ട മങ്ങലുകളെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇടത് കൈയുടെ മുട്ട കൂഞ്ഞാത്തവരുണ്ട്, ഇളക്കാൻ പറ്റാത്തവരുണ്ട്, ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ആ വ്യക്തിയെ സ്പർശിക്കുന്ന കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഈശോ നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദ സമയമാണ്. പിന്നെ ഇവിടെ 2 അറിയിപ്പുകളുണ്ട് പ്രധാനപ്പെട്ടത്, ശ്രദ്ധിക്കുക. ഒന്ന്, കൃപാസനത്തിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ വിശുദ്ധ വാരത്തിൻ്റെ മുഴുവൻ ശുശ്രൂഷകൾ ലൈവായി അവസാന ഞായറാഴ്ച മുതൽ ലഭിക്കുന്നതാണ്. ആലപ്പുഴ രൂപതാധ്യക്ഷൻ അഭിനന്ദ ജെയിംസ് ആനാപറമ്പിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്തിലുള്ള ആലപ്പുഴ മൗണ്ട് കാർമൽ ഭദ്രാസന ദേവാലയത്തിൽ നടക്കുന്ന മുഴുവൻ ശുശ്രൂഷകൾ, അതായത് ഓശാന ഞായറാഴ്ചത്തെ കുർബാനയും അതുപോലെ തന്നെ വലിയ വെള്ളിയാഴ്ചത്തെ തിരുവത്താഴ് ദീപപൂജയും തിരുക്കർമ്മങ്ങൾ, ദുഃഖ വെള്ളിയാഴ്ചത്തെ 3 മണിക്കുള്ള ശുശ്രൂഷകൾ, കുരിശാരാധനവും അതിനുശേഷം വലിയ ശനിയാഴ്ചയുള്ള പെസഹ ആചരണവും പിന്നെ ഉയർപ്പ് ഞായറാഴ്ചത്തെ ശുശ്രൂഷയും, അത്രയും വിശുദ്ധമായ തീർക്കപ്പെടുന്ന മുഴുവനും അഭിനന്ദ പിതാവ് ജെയിംസ് സറാഫ പിതാവിൻ്റെ മുഖകാർമ്മത്തിലുള്ള ആലപ്പുഴ ഭദ്രാസൻ ദേവാലയത്തിൽ നടത്തുന്ന മുഴുവൻ ശുശ്രൂഷകൾ നിങ്ങൾക്ക് കൂടാം കൃപാസനത്തിൻ്റെ ഈ അക്കൗണ്ടിലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കണം. കർത്താവ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ആധ്യാത്മികമായ അഭിഷേക വിശുദ്ധീകരണ സമയങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അറിയിപ്പ്,
അതായത് ഇപ്പോഴും നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒത്തിരി പേര് പ്രാർത്ഥന ആവശ്യങ്ങൾ കൃപാസനത്തിലേക്ക് മെസ്സേജ് വഴി തരുന്നുണ്ട്. പക്ഷേ അത് നമുക്കറിയാം, കൃപാസനത്തിന് വലിയൊരു സ്വർഗീയ നിക്ഷേപമുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ആദ്യമായിട്ടാണ് കൃപാസനം അറിയാവുന്നത്. ഇത് 89 കർത്താവ് സ്ഥാപിച്ചൊരു സ്ഥാപനമാണിത്. അപ്പോൾ ഞങ്ങൾ 10 കൊല്ലത്തോളം കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു കോടിക്കണക്കിന് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം കലവൂര് ശുശ്രൂഷ തുടങ്ങിയപ്പോൾ 20 കൊല്ലത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ചിട്ടുള്ള അഖണ്ഡ ജപമാല മഹാറാലികളുണ്ട്. അങ്ങനെ 10 കോടി മധ്യസ്ഥ പ്രാർത്ഥനയുടെ നിക്ഷേപമുള്ള ഈ ധ്യാന കേന്ദ്രത്തിലേക്കാണ് നമ്മൾ ഉടമ്പടി അമ്മ തന്നതും അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രത്യേക കാലഘട്ടം കഴിയുന്നത് വരെ ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും കൃപാസനത്തിന് 30 കൊല്ലത്തെ 1000 മണിയുടെ അഖണ്ഡ ജപമാല മധ്യസ്ഥ പ്രാർത്ഥനയുടെ സ്വർഗീയ നിക്ഷേപത്തിൻ്റെ നിരത ദ്രവ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. ഉടമ്പടി പോലെ തന്നെ ഓൺലൈനായിട്ട് ഇത് നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിൽ. അത് മിക്കവാറും ഈ ആഴ്ചയിൽ തന്നെ അത് ലോഞ്ചാകും. അതായത് ഞങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് സെറ്റ് ചെയ്യും. അപ്പം നിങ്ങളതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാര്യം വെറുതെ പ്രാർത്ഥിക്കുകയില്ല, പിന്നെ ഇവിടെ നടക്കുന്ന മുഴുവൻ കുർബാനയും അതുപോലെ തന്നെ അഖണ്ഡ ജപമാലയും ആരാധനയും മുഴുവനും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നിവർത്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. പക്ഷേ ഉടമ്പടിയിലെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. അപ്പോൾ ഉടമ്പടി നിബന്ധന പ്രകാരം നിങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ 6 കാര്യങ്ങൾ നിങ്ങൾ വ്യക്തിജീവിതത്തിൽ വചനം വായിച്ചും വചനം പ്രാവർത്തികമാക്കിയും യേശുവിനെ അറിയാത്തവരെ അറിയിച്ചും സുവിശേഷ സാക്ഷ്യമായി നിങ്ങളും അതിന് സമാന്തരമായിട്ട് ദൈവത്തിൽ ഉയരണം. അപ്പോൾ 10,000 സാക്ഷ്യം പറഞ്ഞ പോലെ നിങ്ങൾക്കും ഈ ഓൺലൈൻ ഉടമ്പടിയിലൂടെ നിങ്ങൾക്കും ദൈവതിരുസന്നിധിയിൽ സാക്ഷിയാകാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കിട്ടിയിരിക്കുന്ന സുലഭമായ അവസരം ഈ ലോക്ക്ഡൗൺ കാലത്തേക്ക് മാത്രമുള്ളൊരു സംവിധാനമാണത്. നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്ന് ഓർപ്പിക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ അതിൻ്റെ അറിയിപ്പുകൾ നൽകുന്നതായിരിക്കും. ഇതുപോലെ തന്നെ വിശുദ്ധ ഭാരത തിരുക്കർമ്മങ്ങളുടെയും അറിയിപ്പുകൾ എത്രയും വേഗം അതിൻ്റെ ടൈം ടേബിളെല്ലാം നമ്മൾക്ക് കിട്ടിയാൽ ഉടനെ നിങ്ങൾ ഷെയർ ചെയ്യണം. കാര്യം അത് കർത്താവിൻ്റെ കാര്യമാണ്. തിന്മ ഒത്തിരിയേറെ പ്രചരിക്കുന്നൊരു കാലത്ത് നന്മയുടെ അംശം നമുക്ക് കിട്ടിയാൽ യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി, സഭയുടെ പുകഴ്ചയ്ക്ക് വേണ്ടി, സുവിശേഷത്തിൻ്റെ വേലയും ആയിട്ട് ഞങ്ങൾ എന്ത് മെസ്സേജ് തന്നാലും നിങ്ങളത് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർ എത്രയും വേഗം അക്കൗണ്ടിൽ കയറി സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നമുക്ക് ആശീർവാദം മേടിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെയും ഈ സമയത്ത് കറക്റ്റ് 11 മണിക്ക് കുരിശിൻ്റെ വഴി ആരംഭിക്കും. തുടർന്ന് പരിശുദ്ധ കുർബാന, അതിനുശേഷം ആരാധനയും രോഗസൗഖ്യ പ്രാർത്ഥനയും. നാളെ ചൊവ്വാഴ്ച. സ്റ്റേ സേഫ്. എല്ലാ നിയോഗങ്ങളെയും ദൈവകാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന യേശുവേ. ആരാധന ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജിമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജിമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജിമേ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും